വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനിൽ ആയത്തുള്ള അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതിൽ പല നേതാക്കളും വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ വധിച്ചു അഥവാ എലിമിനേറ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ച അവരുടെ IRGCയുടെ നേവൽ ചീഫ് കമാൻഡറായിട്ടുള്ള മൗസവി, ജനറൽ മജീദ് മൗസവി ഈ ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ ഉള്ളിലും പലരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം പുള്ളി ഇത്രയും നാളും എവിടെയായിരുന്നു എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. മൗസവി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വന്നിരുന്നത്. ഇറാൻ്റെ ഉള്ളിലും വാർത്തകൾ അങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് പുള്ളിക്കാരൻ തലപൊക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന് ആയത്തുൽ അലി ഖമനേയിയുടെ ഈ ഒരു ഫ്യൂണറൽ സെറമണി ഒരു തിരിച്ചറിവാണ്. ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ആരൊക്കെ ഇനി ലിസ്റ്റിലുള്ള ആൾക്കാർ മിസ്സായിട്ടുണ്ട്, ഇതെല്ലാം തന്നെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കിട്ടിയതായിട്ട് ഇസ്രായേൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയിൽ ശരിക്കും ഇസ്രായേലിന് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് എന്തിനെ ചൊല്ലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ വാർ ഗോൾസ് അത് പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച തീർച്ചയായിട്ടും പരാജയപ്പെടും, അത് ഉറപ്പാണ്. കാരണം ഇത്രയും നാളായിട്ടും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ വിഷയം പോലും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. തർക്കം നിലനിൽക്കുകയാണ്. ഇപ്പം ഒമാനും ഇറാനും കൂടി ചേർന്നിട്ട് അവിടെ ഒരു ടോളല്ല, ഞങ്ങളൊരു സർവീസ് ഫീ ഈടാക്കാം എന്നുള്ള നിലയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇറാനും ഒമാനും കൂടി ചേർന്നിട്ട് അവിടെ സർവീസ് ഫീ ഈടാക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒമാൻ സർവീസ് ഫീ ഈടാക്കുന്നില്ല എങ്കിൽ ഇറാൻ നിരന്തരം ഒമാൻ്റെ തീരത്തൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും. ആ റൂട്ടിനെ ഫ്രജൈൽ റൂട്ടായിട്ട് മാറ്റുന്നു, അതൊരു ഹോസ്റ്റൈൽ റൂട്ടായിട്ട് മാറുന്നുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്ക തികച്ചും ആ ഒമാൻ റൂട്ടിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ അമേരിക്കയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഇക്കാര്യത്തിൽ ഒമാൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇറാൻ പറയുന്നത് കേട്ട് എന്നാൽ പിന്നെ സർവീസ് ഫീ എങ്കിലും വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. രണ്ട് റൂട്ടിലും സർവീസ് ഫീ ഉണ്ടെങ്കിൽ ഏത് റൂട്ടിൽ കൂടെ വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു നീക്കുപോക്കിന് വേണ്ടിയിട്ട് ഒമാനും ഇറാനും തമ്മിൽ വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. ശരിക്കും സൗദിയുടെ ഒരു ഇൻഡയറക്റ്റ് പിന്തുണ ഇതിനുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇച്ചിരി വഷളായിട്ടുണ്ട്. അത് വഷളാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രംപ് തന്നെയാണ്. സൗദിയുടെ ക്രൗൺ പ്രിൻസ് MBS അമേരിക്ക സന്ദർശിച്ചിരുന്ന സമയത്ത് ട്രംപും MBS തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ട്രംപ് MBSനെ അപമാനിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ടായി. അത് കിസ്സിംഗ് മൈ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രംപ് പലർക്കുമെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ലോക നേതാക്കളും എൻ്റെ പിറകെ വന്ന് നിന്ന് കിസ് ചെയ്ത ആൾക്കാരാണ് എന്നാണ് ട്രംപ് പല രാജ്യങ്ങളുടെ നേതാക്കളെയും കുറിച്ച് പറഞ്ഞിരുന്നത്. ഇൻഫാക്ട് താരിഫ് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് 70 രാജ്യങ്ങളുടെ നേതാക്കൾക്കെതിരെ ട്രംപ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സൗദി അറേബ്യയുടെ MBSനെതിരെയും ട്രംപ് പറഞ്ഞു വെച്ചത്. അതായത് MBSും വ്യത്യസ്തനൊന്നുമല്ല, എൻ്റെ പുറകിൽ വന്ന് ആസനത്തിൽ കിസ് ചെയ്യുന്ന ആൾക്കാരുടെ അതേ പരിപാടി തന്നെയാണ് MBS കാണിച്ചത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വേദിയിൽ. ഇത് MBSനെ ചൊടിപ്പിച്ചു. അതിലുപരിയായിട്ട് MBS ഒരു ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുമായിരുന്നു. പ്രധാനപ്പെട്ട കാരണം 1 ട്രില്യൺ അമേരിക്കയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്നുള്ളൊരു പ്രോമിസ് MBS ട്രംപിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രോമിസ് പൂർണ്ണമായിട്ടും അങ്ങോട്ട് പാലിക്കാൻ കഴിയുന്നില്ല. കാരണം സൗദി അറേബ്യയുടെ ഉള്ളിൽ ഈ 1 ട്രില്യൺ എമൗണ്ട് അമേരിക്കയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൽ എതിർപ്പുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എതിർപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പം നിയോം പ്രോജക്റ്റ് അതുപോലെ വിഷൻ 2030 പോലത്തെ പ്രോജക്റ്റുകളൊക്കെ സൗദി അറേബ്യയിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഫണ്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റുകളില്ല. പ്രൊപ്പോസ് ചെയ്ത ആ ഒരു രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നില്ല. എക്സ്പെക്ടേഷൻസ് തീരെ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ഈ 1 ട്രില്യൺ എന്തുകൊണ്ട് അമേരിക്കയിൽ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വകുപ്പ് മാറ്റി MBSന് ഈ 1 ട്രില്യൺ റൊട്ടേറ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല. അപ്പോൾ എന്തായാലും ട്രംപുമായിട്ട് ചെറുതായിട്ടൊന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തിയേക്കാം എന്ന് MBSും തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിർദ്ദേശം പൂർണ്ണമായിട്ടും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. സൗദി അറേബ്യയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാനെ അങ്ങേയറ്റം അടിച്ച് തറ പറ്റിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഒന്നുമല്ല എന്നുള്ളൊരവസ്ഥയിലാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് അമേരിക്കയെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ അതിലും വിയോജിപ്പ് സൗദി അറേബ്യയ്ക്കുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് 100% സക്സസ്ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയെ എടുത്ത് പുറത്തു കളയുന്നു എന്നല്ല. അവർക്കിപ്പോഴും അമേരിക്ക വേണം. പക്ഷേ ഡയലോഗിലൂടെയോ സ്റ്റേറ്റ്മെൻറ്റിലൂടെയോ ഒരു പ്രൊട്ടക്ഷൻ അമേരിക്കയെ കൊണ്ട് സാധ്യമല്ല. പ്രത്യേകിച്ചും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള
ഡിഫൻസ് സെറ്റപ്പ് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഒരുക്കണം. പക്ഷെ അത് എഫക്റ്റീവായിട്ട് അമേരിക്ക ഒരുക്കുന്നുമില്ല. അമേരിക്കയുടെ ബേസ് ഒക്കെ ഉണ്ട് പല രാജ്യങ്ങളിലും, പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അത് കിട്ടുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കിടയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, കാരണം അതൊരു സെപ്പറേറ്റ് വിഷയമാണ്. പല രാജ്യങ്ങളും ഇറാനുമായിട്ട് എടുക്കുന്ന നിലപാടുകളൊക്കെ അതിന് കുറച്ചുകൂടെ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഒരു ട്വീറ്റ് എഴുതിയിട്ടിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇറാൻ ട്രംപിൻ്റെ കാല് പിടിച്ചത്രേ. ട്രംപ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ ആയത്തുല്ല അലി ഖമനേയി സുപ്രീം ലീഡർ, പുള്ളിയുടെ കോഫിൻ കുറേ കാലം കൊണ്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫ്യൂണറൽ സെറമണി നടത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1 വീക്കിലേക്ക് ബ്രേക്ക് തരണമെന്ന് ഇറാൻ ട്രംപിൻ്റെ അടുത്ത് അഭ്യർത്ഥന നടത്തിയതായിട്ടും അത് ട്രംപ് അംഗീകരിച്ചുകൊണ്ട് ഓക്കെ എന്തായാലും നടത്തിക്കോ, ഞാൻ 1 വീക്കിലേക്ക് പെർമിഷൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ടും ട്രംപ് ഇന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എത്രമാത്രം സത്യമാണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ട്രംപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്കെതിരെ ഇറാൻ്റെ ഉള്ളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ ഫ്യൂണറൽ സെറമണിയിൽ പങ്കെടുക്കാൻ വന്ന ജനപ്രളയം അല്ലെങ്കിൽ ജനപ്രവാഹം എന്ന് തന്നെ പറയാം, കടലല പോലെ ആൾക്കാർ ഇങ്ങനെ ഇളകി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരുടെ സ്ലോഗൻ എന്താണെന്ന് പറഞ്ഞാൽ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. ഇതാണ് അവർ വിളിക്കുന്ന മുദ്രാവാക്യം. ട്രംപ് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. കാരണം ട്രംപ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ആയത്തുല്ല അലി ഖമനേയിയുടെ ഫ്യൂണറലിനാണ്. പക്ഷെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ അമേരിക്കയ്ക്കെതിരെ തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എതിരാളിയോട് ഇത്രമാത്രം കാരുണ്യം തോന്നിക്കുന്ന ട്രംപിൻ്റെ ഒരു മാനസികാവസ്ഥ അത് എല്ലാ നേതാക്കൾക്കും കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തൊട്ടാകെ സമാധാനം പൂത്തുലയും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിനകത്ത് കുറേ കരച്ചൽ നാടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഹെസ്ബുള്ളയുടെ നേതാക്കൾ വളരെ സങ്കടത്തോടു കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. നഈം കാസിം വന്നിട്ടില്ല, അതുപോലെ തന്നെ മുജ്തബ ഖമനേയി വന്നിട്ടില്ല. നഈം കാസിമിനും പേടിയാണ്. കാരണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലെബനനിൽ നല്ല രീതിയിൽ ഇസ്രായേൽ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അറ്റാക്ക് നടത്താനുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പോൾ ആ റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇസ്രായേൽ തട്ടും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നഈം കാസിം പുറത്തോട്ട് വന്നിട്ടില്ല, മുജ്തബ ഖമനേയും പുറത്തോട്ട് വന്നിട്ടില്ല. അത് ഇസ്രായേലിന് അത്രമാത്രം പേടി, അതാണ് 100% ഫാക്ട്. പിന്നെ ഗാലിബാഫും അബ്ബാസ് അറക്ചിയും ഞാൻ അവരുടെ ഫുട്ടേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഗാലിബാഫ് ആണെങ്കിൽ കുലുങ്ങി കരയാണ്, ചിരിക്കുന്ന പോലെ തോന്നുന്ന രീതിയിൽ കരയാണ്, കുലുങ്ങി കരയാണ്, സീരിയസ് ആയിട്ട് കരയാണ്. അപ്പോഴത്തേക്കും അബ്ബാസ് അറക്ചി ഇവൻ എന്തിനാണ് ഇത്ര ഓവർ ആക്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ സൈഡിൽ നിന്ന് നോക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ പുള്ളി വേറെ ഏതോ ഒരു മാനസികാവസ്ഥയിൽ ക്യാമറയിലോട്ട് നോക്കുന്നതാണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും കുറിച്ച് ഇത്തരത്തിലുള്ള മീമുകൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ട് അവർ സങ്കടത്തിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. വേറൊരു സൈഡിലൂടെ ഇതിനെ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ശക്തമായ രീതിയിൽ ഇറാൻ്റെ ഉള്ളിൽ IRGCക്കുള്ളിൽ നിന്ന് തന്നെ IRGCയുടെ അനുയായികൾ ഇവർക്കെതിരെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ അമേരിക്കയുമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ ഒരു കരാർ, ഇതിനോടൊക്കെ വിയോജിപ്പാണ് അവിടെയുള്ള IRGCയുമായിട്ട് ബന്ധപ്പെട്ട് IRGC അനുകൂലിക്കുന്ന ആൾക്കാർക്കിടയിലുള്ളത്. അവരുടെ ഇടയിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങളും നിങ്ങളുടെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളും IRGCയുടെ ആൾക്കാരാണേ എന്നൊന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുന്നതായിട്ട് അങ്ങനെയും കരുതാം. അപ്പോൾ അതിനെ തുടർന്ന് ഇറാൻ്റെ ടെലിവിഷൻ, സ്റ്റേറ്റ് ടെലിവിഷൻ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 4 തീവ്രവാദികൾ ഈ ആയത്തുല്ല അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കടന്നു കയറിയതായിട്ടും ആ 4 തീവ്രവാദികളെയും IRGC ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ ആരാണ് ഏതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഫുട്ടേജസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ 2 ഇമേജസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു വാർത്തയും ഇറാൻ്റെ നാഷണൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെതർലാൻഡിൽ വരെ ആയത്തുല്ല അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്നും പല രാജ്യങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സോളിഡാരിറ്റി റാലികൾ നടന്നേക്കാം എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെയും ഈ റൈസ പെലവിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഷാ ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിനെതിരെയും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലെബനൻ്റെ ഉള്ളിൽ ഹെസ്ബുള്ള മെമ്പേഴ്സ് ശരിക്കും IDF സോൾജേഴ്സിനെതിരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 4 ഇസ്രായേലി സോൾജർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ, സൗത്ത് ലെബനൻ്റെ ഉള്ളിൽ ഖൊനാട്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ തകർത്ത് വെച്ച് നടത്തുന്നുണ്ട്. അതേപോലെ സൗത്ത് ലെബനാൻ്റെ ഭാഗത്ത് നിരവധി ഏരിയകൾ, പ്രത്യേകിച്ച് ലിറ്റാനി റിവർ ക്രോസ് ചെയ്ത് IDF ട്രൂപ്പ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ പാലസ്തീൻ്റെ ഉള്ളിൽ, വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിലും ആക്രമണങ്ങൾ തുടരുകയാണ്. ശക്തമായ രീതിയിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്.
ശക്തമായ രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ആയത്തുൽ അലി ഖമനയുടെ ഫ്യൂണറൽ സെറമണിക്ക് പോയി അവിടെ കുറച്ച് നേരം കരഞ്ഞുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നൈസിന് തുർക്കിയിലേക്ക് വെച്ച് പിടിക്കും. ആയത്തുൽ അലി ഖമനയി കൊല്ലപ്പെട്ടതിനെ തുടർന്നല്ല ഈ വിഷമം വേറെ ഒന്നുമില്ല. POK മേഖലയിൽ പാകിസ്ഥാൻ്റെ സോൾജേഴ്സിൻ്റെ ട്രൗസർ വരെ ഊരി അവർ പതാകയായിട്ട് കറക്കി കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ബലൂചിസ്ഥാനിലെ ബലൂചി ലിബറേഷൻ ആർമി ശരിക്കും പാകിസ്ഥാനെതിരെ ചാവേർ ആക്രമണങ്ങൾ തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ചാവേർ ആക്രമണം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു ചാവേർ ആക്രമണമാണ്. അതിൻ്റെ ഫൂട്ടേജസ് അവൈലബിൾ ആണ്. ആ വാർത്ത അപ്പം തന്നെ നമ്മൾ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ തുർക്കിയിലേക്ക് ചെന്ന പാക് പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, തുർക്കി ഞങ്ങൾക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഏതൊരു കഷ്ടകാല സമയത്തും നേരിട്ട് വന്ന് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്ന രാജ്യമാണ് തുർക്കി. തുർക്കിയോട് ഞാൻ അതിയായ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ തുർക്കിയുടെ സൈപ്രസ്, നോർത്തേൺ സൈപ്രസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആ എൻറ്റയർ സൈപ്രസിൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തുർക്കിയോടൊപ്പം നിലകൊള്ളും. അതിപ്പോൾ ഇവർ സൈപ്രസിൽ പോയി എന്ത് ചെയ്യാൻ പോണ്? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ UK-യുടെയും ഇസ്രായേലിൻ്റെയൊക്കെ ബേസ് ഉണ്ട്. അവിടെ ചെന്ന് ഇറങ്ങി കൊടുത്താൽ മതി, കിട്ടേണ്ട നല്ല രീതിയിൽ കിട്ടും. പോരാഞ്ഞതിന് ഗ്രീസും ഇന്ത്യയും അവിടെ ഉണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ അവർ ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞാൽ, അതിനെ തുടർന്ന് ഷഹബാസ് ഷെരീഫ് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ജമ്മു ആൻഡ് കശ്മീരിലെ ജനങ്ങൾ, മെജോറിറ്റി ജനങ്ങൾക്ക് പാകിസ്ഥാനോടൊപ്പം ചേരാനാണ് താല്പര്യം. സോ അതിനു വേണ്ടിയിട്ട് തുർക്കി ഞങ്ങളോടൊപ്പം നിലകൊള്ളണം. അതായത് POK-യിൽ ജനങ്ങൾ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്ക് മിണ്ടാട്ടമില്ല. അതിലുപരി വേറൊരു സംഭവമുണ്ട്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നെതർലാൻഡിൽ നിന്നും 2 യുവതികൾ എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ് ചെയ്യുന്ന യുവതികളാണ്. അവർ പാകിസ്ഥാനിലേക്ക് വരികയാണ്. പാകിസ്ഥാനിലേക്ക് വന്ന ആ യുവതികളെ 5 ദിവസമായിട്ട് പാകിസ്ഥാനിൽ ഒരുത്തൻ കടത്തിക്കൊണ്ടുപോയി ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ഇവരെ വെച്ച് മറ്റുള്ളവരുടെ അടുത്ത് വിലപേശുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് വിരുദ്ധൻ? വേറെ ആരുമില്ല, പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാഖ് ദറിൻ്റെ ഗ്രാൻഡ് സൺ. ഇവൻ ഈ 2 പെൺകുട്ടികളെയും ഇതേപോലെ കടത്തിക്കൊണ്ടുപോയി. ഈ പാകിസ്ഥാനിലുള്ള ബിസിനസ് പാർട്ട്ണറാണ് അത്ര ഇവൻ. ഇഷാഖ് ദറിൻ്റെ ഈ പേരക്കുട്ടിയില്ലേ, ഈ പീഡനവീരൻ, ഇവൻ ശരിക്കും ഈ പെൺകുട്ടികളുടെ ബിസിനസ് പാർട്ട്ണറാണ്. അപ്പോൾ ഇവനാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. ഇവിടെ ബിസിനസ് മീറ്റിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇത്തരത്തിലുള്ള നാണംകെട്ട പ്രവൃത്തി ഇവൻ നടത്തിയിട്ടുണ്ട്. എനിവേ, ഇന്ത്യയും ഞാൻ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്കുള്ളിലും ഇതേപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾക്കെതിരെയും ഇസ്രായേലിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾക്കെതിരെയും ഇന്ത്യയിലും ഇതേപോലത്തെ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ഒരാളുടെ, ഹയർ ലെവൽ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ നിന്നും ആരും ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇന്ത്യയിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രം. എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പ്രവൃത്തികളെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യക്കുള്ളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ ഹോട്ട് ടോപ്പിക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ ഈ പീഡനവീരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവനോടൊപ്പം 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 പേരും ഇതിൽ പ്രതികളാണ്. അപ്പോൾ അങ്ങനെ തുർക്കിയിൽ പോയിട്ട് ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഷഹബാസ് ഷെരീഫ് ഇവിടെ BLA ആർമി പാകിസ്ഥാൻ 36 പട്ടാളക്കാരെ കൊലപ്പെടുത്തിയ തീവ്രവാദ ആക്രമണം, ചാവേർ ആക്രമണം, ഇത്തരത്തിലുള്ള ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള പീഡനവീരൻ നെതർലാൻഡിലുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്കാണ് POK, കശ്മീർ. നിങ്ങൾ ആദ്യം പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള മറ്റുള്ള മേഖലകളെക്കുറിച്ച് ചിന്തിക്കൂ. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നന്നാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് പോരെ POK. ഉള്ള സ്റ്റേറ്റുകളെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇവിടെ ബലൂചിസ്ഥാൻ ഒരു സൈഡിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖൈബർ പഖ്തൂൺഖ്വ ഒരു സൈഡിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സിന്ധ്, പഞ്ചാബ് ഒരു സൈഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുതുതായിട്ട് ജമ്മു ആൻഡ് കശ്മീർ. ഇതാണ് പാകിസ്ഥാൻ. Fundamental national importance. Pakistan will continue to stand firmly with Turkey on the issue of Turkish Republic of Northern Cyprus, just as it has consistently done over the last many decades. I once again express Pakistan's profound appreciation for Turkey's principled and unwavering support for the people of Jammu and Kashmir and their legitimate right to self-determination. അപ്പോൾ തീർച്ചയായിട്ടും തയ്യബ് എർദോഗൻ അതിന് സോളിഡാരിറ്റിയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ മതി, ഉടനെ അങ്ങ് തരും JNK. ഇനി റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, റഷ്യ ആക്രമണം തുടരുകയാണ്. ഉക്രൈൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല മേഖലകളിലും 1-2 അറ്റാക്കുകളൊക്കെ അവർ എപ്പോഴത്തെ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ റഷ്യ നടത്തുന്ന അറ്റാക്ക് മാരകമായിട്ടുള്ള അറ്റാക്കാണ്. ഡോൺബോസിൽ കുറച്ച് ഏരിയ ഇന്നലെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാർക്കിവ് ഏരിയയിലും ഇപ്പം റഷ്യ ഫ്രണ്ട് ലൈനിൽ എഫക്റ്റീവായിട്ട് മുന്നേറുകയാണ്.
കാർക്കീവിൻ്റെ തൊട്ടടുത്ത് 4 വില്ലേജുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ 4 വില്ലേജുകളും ഉക്രൈനിന് വളരെ നിർണായകമായിട്ടുള്ള വില്ലേജുകളാണ്. ഇൻഡസ്ട്രിയൽ വില്ലേജുകളാണത്. അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ കമ്പനികളുണ്ട്. അപ്പോൾ ഇത് ഉക്രൈനിലെ സെലൻസ്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ 4 വില്ലേജുകൾ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള വില്ലേജുകളാണ്, ഞാൻ അവിടെ തന്നെയാണുള്ളത്, ആ വില്ലേജുകളൊക്കെ ഞങ്ങളുടെ കൺട്രോളിലാണ് ഉള്ളതെന്ന് ആവർത്തിച്ച് സെലൻസ്കി പറയുന്നുണ്ട്. പക്ഷേ റഷ്യ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാപ്പ് സഹിതം ഒരു കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ക്രാസ്നി ലിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ്, അതുപോലെ തന്നെ സ്ലാവിയാൻസ്ക് എന്ന് പറഞ്ഞ ആ വില്ലേജ്, ക്രമറ്റോസ്ക് എന്ന് പറഞ്ഞ മറ്റൊരു വില്ലേജ്, ഡ്രുസാക്കുവോക്ക എന്ന് പറഞ്ഞ മറ്റൊരു വില്ലേജ്, ഇത്തരത്തിലുള്ള 4 വില്ലേജുകൾ റഷ്യ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും സ്ഥലങ്ങൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ്റെത്. അതുപോലെ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ഫ്യൂവൽ സ്റ്റേഷൻസ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഉക്രൈൻ്റെ ഫ്യൂവൽ സ്റ്റേഷൻസ്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യയുടെ 75% ഫ്യൂവൽ റിഫൈനറി, അവരുടെ ഡൊമസ്റ്റിക് ഫ്യൂവൽ റിഫൈനറികളാണ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഒരു 75% അതിൽ ഉക്രൈൻ വിജയം കണ്ടിട്ടുണ്ട്. അതേസമയം ഇപ്പം റഷ്യ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈൻ്റെ ഉള്ളിലേക്കുള്ള 45% റിഫൈൻഡ് എനർജി സ്റ്റേഷനുകൾ ടാർഗറ്റ് ചെയ്ത് ഇപ്പം അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 45% ഉക്രൈൻ്റെ ഉള്ളിലുള്ള ഫ്യൂവൽ സ്റ്റേഷൻസ് ഇപ്പം അടിച്ചു കളഞ്ഞിരിക്കുകയാണ് റഷ്യ. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സ്ഥിതി തുടർന്നാൽ എന്താണോ റഷ്യക്കുള്ളിലേക്ക് ഇവർ അറ്റാക്ക് നടത്തിയത് അതേ അവസ്ഥ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് വരാൻ പോവാണ്. ഓൾറെഡി പവർ ഗ്രിഡുകൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ടും ഇല്ല, ഫ്യൂവലും ഇല്ലാത്തൊരവസ്ഥയാവും ഉക്രൈനിൽ. നാറ്റോ ആണെന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് മേളിൽ ഇൻഡയറക്ട്ലി പ്രഷർ അപ്ലൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ബാൾട്ടിക് റീജിയനിലുള്ള റഷ്യയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പോർട്ടുണ്ട്, ആ പോർട്ടെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനമാണ് നാറ്റോ എടുത്തിരിക്കുന്നത്. പക്ഷേ അത് നാറ്റോയ്ക്ക് നല്ലതല്ല. കാരണം അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് ഇപ്പോൾ നാറ്റോയ്ക്ക് ഇല്ല. ആ സാഹചര്യത്തിൽ ഇവർ വെറുതെ പോയി അങ്ങോട്ട് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ രീതിയിലുള്ളൊരു ഇഷ്യൂ ആയിട്ട് മാറും. മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ റഷ്യയുടെ സൈഡിൽ നിന്നും നാറ്റോയ്ക്കെതിരെ ഒരു വാണിംഗ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്കെതിരെ ചൈന പ്രൊപ്പഗണ്ട അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ചൈനയുടെ ഫയർവാൾ ബ്രേക്ക് ചെയ്ത് അവിടുത്തെ കുറേ ഫൂട്ടേജസ് പുറത്ത് ലീക്കായതിനെ തുടർന്ന് ചൈന ഇച്ചിരി കോംപ്ലക്സ് അടിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ, ആപ്പിൾ എന്ന് പറഞ്ഞ ആ ഫോൺ അഥവാ ആപ്പിൾ എന്ന് പറഞ്ഞ ഡിവൈസിൽ ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സുകൾ നിർമ്മിക്കുന്ന കമ്പനിയായിട്ടുള്ള ടാറ്റ ഇലക്ട്രോണിക്സ്, ഈ ടാറ്റ ഇലക്ട്രോണിക്സ് ഈ ആപ്പിൾ കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ നിർമ്മാണ മേഖലകൾ, ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ ഏരിയകൾ, എന്താണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഇതെല്ലാം തന്നെ ലീക്ക് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ചൈനയുടെ ഉള്ളിൽ നിന്നും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതായത് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, അതിൻ്റെ സെക്യൂരിറ്റി, അത് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ടാറ്റ ഇലക്ട്രോണിക്സ് കാത്തു സൂക്ഷിക്കാൻ ആ ഒരു ഗൗരവം കാണിച്ചിട്ടില്ല. ഇന്ത്യക്കുള്ളിലെ ഡേറ്റ അത്ര സെക്യൂർ അല്ല, അതിങ്ങനെ ലീക്ക് ആവുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് അവർ അടിച്ചിറക്കുന്നത്. പക്ഷേ ടാറ്റ കമ്പനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ ലീക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ ടാറ്റ കമ്പനിയിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചൈന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ വാർത്തകൾ ലീക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുണ്ടെങ്കിൽ ടാറ്റ ഇലക്ട്രോണിക്സ് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടേണ്ടത്. ഇത് അത്ര എളുപ്പത്തിൽ ഈ ഒരു വാർത്ത പുറത്ത് പബ്ലിഷ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അഥവാ ലീക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യക്കുള്ളിൽ നടന്ന ഒരു വീഴ്ചയായിട്ട് കരുതപ്പെടും. പിന്നീട് ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആപ്പിൾ കമ്പനിയുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടി വരും ഈ വിഷയത്തിൽ. പിന്നീട് ഇന്ത്യക്കുള്ളിൽ ഇത്തരത്തിലുള്ള കോൺഫിഡൻഷ്യൽ ഡേറ്റകൾ അടങ്ങുന്ന രീതിയിലുള്ള കമ്പനികൾ ഇന്ത്യക്കുള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചിന്തിക്കും അവർ. അതൊരു യാഥാർത്ഥ്യമാണ്. ചൈന ഇപ്പോൾ ഈ ഒരു വാർത്ത പറഞ്ഞതുകൊണ്ട് മാത്രം കണ്ണും പൂട്ടി അതിനെ എതിർക്കേണ്ടതില്ല. ഇതിന് ടാറ്റ ഇലക്ട്രോണിക്സിന് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത് എന്നുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് വരെ നമ്മൾ ഒന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. ഈ ആപ്പിൾ കമ്പനി ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നതിൽ ചൈനയ്ക്ക് നല്ല രീതിയിലുള്ള കണ്ണുകടിയുണ്ട്, അത് ഉറപ്പാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ 2 സ്ഥാപനങ്ങളാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഒന്ന് രാജസ്ഥാനിലുള്ള പെട്രോ കെമിക്കൽ പ്ലാന്റ്, 2 ഗുജറാത്തിലൊരു സെമി കണ്ടക്ടർ ഫാക്ടറി. ഇത് രണ്ടും 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അത് ഡിലേ ആയി പോയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ 2 സ്ഥലങ്ങളിലും ഒരേപോലെ തന്നെ ഫയർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചൈനയുടെ അടുത്ത് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരേപോലെ 2 സ്ഥാപനങ്ങളിലും അപകടങ്ങൾ സംഭവിച്ച് അതിൻ്റെ ഇനോഗ്രേഷൻ നീങ്ങിപ്പോകേണ്ട സാഹചര്യമില്ലായിരുന്നു. എന്തായാലും ഇപ്പം ഇന്ത്യ അത് റെക്ടിഫൈ ചെയ്ത് ഇപ്പം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലത്തേക്കൊന്നും നമ്മളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ടാറ്റ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആപ്പിളിൻ്റെ കേസിൽ അടിച്ചിറക്കിയ വാർത്ത കള്ളമാവാനും സാധ്യതയുണ്ട്. എന്തായാലും ടാറ്റയുടെ ക്ലാരിഫിക്കേഷൻ വരുന്നവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. അതേപോലെ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച ഇൻവെസ്റ്റ്മെൻറ്റ് കരാർ നാളെ മുതൽ ആക്റ്റീവ് ആവുകയാണ്. കഴിഞ്ഞ വർഷമാണ് അത് ഒപ്പുവെച്ചത്, പക്ഷേ നാളെ മുതലാണ് അത് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ എല്ലാം തന്നെ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.